ബാർക്കോഴ ആരോപണത്തിൽ എക്സൈസ് മന്ത്രിയുടെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നോട്ടെണ്ണൽ യന്ത്രവുമായാണ് പ്രതിഷേധം നടത്തുന്നത്. എ വി ജയശങ്കറാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ജയശങ്കർ, കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഈ നോട്ടെണ്ണൽ യന്ത്രങ്ങളുമായാണോ പ്രതിഷേധം? ഈ പ്രതിഷേധം വസതിക്ക് മുന്നിൽ തടഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. ബാർക്കോഴ വിവാദത്തിൽ എക്സൈസ് മന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്കുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പോലീസ് തടഞ്ഞു. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നുണ്ട്. നോട്ടെണ്ണൽ മെഷീനുകളുമായാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി ചേരുന്നത് എ വി ജയശങ്കറാണ്. ജയശങ്കർ, ഈ നോട്ടെണ്ണൽ മെഷീനുകളുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ എത്തുന്നു, വഴിയിൽ തടയുന്നു, ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു, അല്ലേ? അതായത് മന്ത്രി എം ബി രാജേഷിന്റെ വസതിക്ക് മുന്നിലാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. ആ വസതിക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് നിരത്തിക്കൊണ്ട് ഈ പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തടഞ്ഞിട്ടുണ്ട്. നിലവിൽ പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. നോട്ടെണ്ണുന്ന മെഷീനും കൊണ്ടാണ് പ്രവർത്തകരുടെ ഈ ഒരു പ്രതിഷേധം ഒരു പ്രതീകാത്മക പ്രതിഷേധമായിക്കൊണ്ട് കഴിഞ്ഞ ദിവസം തന്നെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിച്ചിരുന്നു. തികച്ചും സമാധാനപരമായിരിക്കും സമരമെന്നും യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായി നിലവിൽ ഈ ബാരിക്കേഡിന് മുന്നിൽ പ്രവർത്തകർ ഇരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഏകദേശം 60-ലധികം വരുന്ന പ്രവർത്തകരാണ് നിലവിൽ പ്രതിഷേധത്തിന്റെ ഭാഗമായുള്ളത്. സ്ഥലത്ത് വലിയ തോതിലുള്ള പോലീസ് വിന്യാസവും ഉണ്ട്. എന്തായാലും സമാധാനപരമാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എണ്ണുന്ന മിഷനുമായാണ് പ്രവർത്തകർ നിലവിൽ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. എം പി രാജേഷിനെതിരെയും ഒപ്പം സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള മുദ്രാവാക്യങ്ങളും പ്രവർത്തകർ മുഴക്കുന്നുണ്ട്. ശരി, എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.